വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ്. അപ്പം ജോമോൻ്റെ സുവിശേഷങ്ങൾ അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ്, എനിക്കല്ല, സിനിമ കാണാൻ പോയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണെങ്കിൽ ഒരു പയ്യനാണെങ്കിൽ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. അപ്പം റോഡ് ക്രോസ് ചെയ്തപ്പം ഫസ്റ്റ് ആദ്യം റോഡിൻ്റെ പകുതി വരെ വന്നിട്ട് വണ്ടി വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ അടുത്ത ബാക്കി പുള്ളി ക്രോസ് ചെയ്യുകയും ഒരു ബൈക്ക് വന്ന് പെട്ടെന്ന് വന്ന് അദ്ദേഹത്തെ ഇടിക്കുകയും ഉണ്ടായി. അപ്പം ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നടുക്കൊരു വന്ന് നിന്നിട്ട് വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കി പെട്ടെന്ന് എടുത്ത് ചാടുന്നത്. നമുക്കൊന്നൊരു ക്ഷമയില്ല എന്ന് വേണം പറയാൻ. എല്ലാവർക്കും എളുപ്പമാർഗം അതാണ്, അതിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. എളുപ്പമാർഗം എന്തുണ്ട്, പെട്ടെന്ന് എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പം എൻ്റെ കൂട്ടുകാരും ഇങ്ങനെ ചെയ്യാതിരിക്കും, ഞാനും ഇനി ശ്രമിക്കാം. എന്നുവെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രോസ് ചെയ്യാൻ നോക്കുക, അതും ഒറ്റയടിക്ക് തന്നെ നടുക്കൊന്നും നിൽക്കാതെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ജോമോൻ്റെ സുവിശേഷങ്ങൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സത്യൻ സാറാണ്. സാധാരണ സത്യൻ സാറിൻ്റെ സിനിമകളിൽ നിന്ന് നമുക്ക് ഈ പേരും കാര്യമെല്ലാം കേൾക്കും. നമുക്കൊരു അദ്ദേഹം ചെയ്തിരിക്കുന്ന മിക്ക സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. പക്ഷേ ഈ ഒരു സിനിമ ഇപ്പം യൂത്ത് ഐക്കൺ DQവിനെ വെച്ചിട്ട് ഒരു സിനിമയും നമ്മൾ വ്യത്യസ്തമായിട്ടൊരു ഒരു അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒരു വെറൈറ്റി കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് പകയൊന്നും അദ്ദേഹം ഒരുക്കി തന്നില്ല. അദ്ദേഹം ചെയ്യുന്ന ആ പാറ്റേൺ തന്നെ ഇവിടെയും കീപ്പ് ചെയ്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദ്ദേഹം സിനിമ എടുത്ത് നോക്കിയ ഒരു പ്രകൃതി ഭംഗി അങ്ങനെ കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയിലും കാണാം. ഈ സിനിമയിലെ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇക്ബാൽ കുറ്റിപ്പുറമാണ്. സ്റ്റോറി ലൈൻ ഞാൻ പറയുന്നില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഇതുകൂടെ പോകും, ഇമ്പ്രഷനോടെ പോകും. അപ്പോൾ അത് വിട്ടേക്ക്. അപ്പം ഫസ്റ്റ് ഹാഫിൻ്റെ നമുക്ക് ഇൻ്റർവെല്ലിൻ്റെ സെക്ഷൻ വരുമ്പോഴത്തേന് നമുക്ക് ജേക്കബിൻ്റെ സ്വർഗരാജ്യം പോലൊക്കെ ഫീൽ ചെയ്യും എന്ന് കുറച്ച് ആൾക്കാർ കണ്ടിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചെറിയൊരു കണക്ഷൻ അവിടെ ഇവിടെയൊക്കെ തോന്നും, അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിന് സെക്കൻഡ് ഹാഫ് എല്ലാം ഒരു ക്ലീൻ ഒരു ഫാമിലി എൻ്റർടൈനർ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും വന്നിരുന്ന് കാണാം എന്ന് പറയാം. ഈ സിനിമയിൽ DQ എന്ന ക്യാരക്ടർ പേര് ജോമോൻ എന്നാണ്. അത് പറയേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടർ ചെയ്തെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ 2 നടിമാരാണ് ഈ സിനിമയിലുള്ളത്, അനുപമ പരമേശ്വരനും അതുപോലെ ഐശ്വര്യ രാജേഷ്. എനിക്ക് തോന്നുന്നു ഐശ്വര്യ രാജേഷ് തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എവിടെ കണ്ട് മറന്നുപോയ ഫേസിൻ്റെ കൂട്ടൊക്കെ തോന്നി, തമിഴ് സിനിമയിലായിരിക്കും മിക്കവാറും. അതുപോലെ ഈ സിനിമയുടെ മ്യൂസിക് വിദ്യാസാഗർ, അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മ്യൂസിക് മെച്ചപ്പെടുത്താം ആയിരുന്നു എന്ന് തോന്നി. അതിൽ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് S കുമാറാണ്. ട്രോണൽ ഹെലിക്യാമിൻ്റെ ഒക്കെ ഷൂട്ട് വരുമ്പോൾ അത്രയധികം പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. മാക്സിമം ഒരു എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 3.4 ആണ് എൻ്റെ റേറ്റിംഗ്. ഭൂഷണാണുള്ള വിൻസെൻ്റ് എന്നുള്ള ക്യാരക്ടറാണ് ഭൂഷൺ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിലെ ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പണക്കാരനിൽ നിന്ന് നേരെ ഒരു ഒന്നുമില്ലായ്മയിലോട്ട് പോവുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് പിന്നെയും കുറച്ചൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുക. അതൊരു ചെറിയൊരു സ്റ്റോറി ലൈൻ എന്ന് ഞാനൊരു ഊഹം തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സിനിമ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മെസ്സേജ് കാര്യം ഒക്കെ തരുന്നുണ്ട്. സോഷ്യൽ മെസ്സേജ് ഉദ്ദേശിച്ച് ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ 100 പേര് കാണും. പണമില്ലാതെ നമ്മൾ ഒന്നുമില്ലാത്ത സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല. അപ്പം ഓക്കെ, ബൈ. അപ്പം മുന്തിരിവള്ളികൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ബൈ.